സംസാരിക്കുന്ന കേട്ടാൽ അവർ മലയാളികളല്ല എന്ന് ആരും പറയില്ല അല്ലേ? സാധാരണഗതിയിൽ ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങുക കുറച്ച് പാടാണ്. ആദ്യം പറഞ്ഞു നമ്മൾ മലയാളികൾ സംസാരിക്കുന്ന നന്നായി മലയാളം പറയുന്ന നമ്മൾ ഞാൻ ഇന്നലെ ബാക്കി ഒന്ന് കേട്ടായിരുന്നു. അപ്പോൾ നല്ല മണി പോലെ മലയാളം പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും. മാത്രമല്ല ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രേക്ഷക മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ 9 മണി മുതൽ മലപ്പുറം തിരൂരിൽ A+ കിട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വലിയ ചടങ്ങിലേക്ക് പോവുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളും ഒരുപാട് അമ്മമാരൊക്കെ രാവിലെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കുട്ടികൾക്കൊപ്പം അമ്മൂമ്മമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതങ്ങോട്ട് സംസാരിച്ചാലോ? അതെ. ഹലോ, പോലെ പോലെ ഇത് പേരെന്താ? എല്ലാ A+ ആണോ? എവിടെ പഠിച്ചേ? കൺഗ്രാറ്റ്സ്. അമ്മേ അപ്പൊ കൊച്ചോളെ കൊണ്ടുവന്നാ പിടിക്കേ അല്ലേ? ഇതിന്റെ അടുത്തുള്ള അഡ്മിഷൻ കിട്ടിയോ? ഇവിടെ പൊന്നാനി തന്നെ. ഇവിടെ അഡ്മിഷൻ പ്രശ്നമുണ്ടോ? അഡ്മിഷനെ കുറിച്ച് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയിട്ടില്ല, ആ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് വീടിനടുത്തുള്ള സ്കൂളാണ്? അല്ല, ദൂരെയാണ്, കുറെ ദൂരെയാണ്. എല്ലാ A+ കിട്ടിയിട്ടും അതവസ്ഥ. എന്റെ വീട് പുറത്തൂരാണ്, പൊന്നാനിയാണ്. ട്രാൻസ്പോർട്ട് ബസ്സിന് പോകണം, നല്ല ബുദ്ധിമുട്ടുണ്ട്. എത്ര ദൂരം ഉണ്ടാവും? ഏകദേശം 1 മണിക്കൂർ യാത്ര. അയ്യോ, രാവിലെ എന്തായാലും പോലും നടക്കത്തില്ല, ബുദ്ധിമുട്ടാ അല്ലേ? അപ്പൊ അല്ലേ അവിടെ ഹോസ്റ്റലൊക്കെ നോക്കണം, അത് നടക്കൂ? ഇല്ല, നടക്കില്ല. ബാക്കി കൂട്ടുകാർ അവരൊക്കെ വീടിന്റെ അടുത്തുള്ള സ്കൂള് കിട്ടി. ഇത് എന്റെ ലൊക്കാലിറ്റി സ്കൂള് വേറെയാണ്, അതുകൊണ്ട് അങ്ങനെ കിട്ടിയത്. ഏത് സ്ട്രീമിലാ മോള് ചേർന്ന്? സയൻസ് തന്നെ. ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടി, പക്ഷെ അടുത്ത് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രം. അത് പരിഹരിക്കപ്പെടുന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ അതാണ് പ്രശ്നം. ഇവിടെ ഒരുപാട് നാളായി മലപ്പുറത്തെ വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കുട്ടികളൊക്കെ പറയുന്നത് ഈ +2 സീറ്റ് പ്രതിസന്ധി എന്ന് പറയുന്നുണ്ട്. മന്ദിരം ഇല്ല എന്ന് പറയുമ്പോൾ പോലും നേരിട്ട് എല്ലാ A+ കിട്ടി എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം, അടുത്ത് കിട്ടുന്നുണ്ട്. പക്ഷെ പക്ഷേ ഇന്നലെ മന്ത്രി ചോദിച്ചൊരു ചോദ്യം, പ്രീ ഡിഗ്രി ഒക്കെ നമ്മൾ തൊട്ടടുത്താണോ പോയി പഠിച്ചതെന്നൊരു ചോദ്യമാണ് മന്ത്രി ഇന്നലെ ചോദിച്ചത്. അതൊരു ചോദ്യം, അതെ, ന്യായമായൊരു ചോദ്യമാണോ, ലോജിക്കലാണോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർക്ക് പോയിട്ട് വരൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? അറിഞ്ഞൂടാ. അപ്പൊ അടുത്തുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞ അടുത്തേക്ക് വേണം എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്.